SCERTയുടെ ന്യൂ സിലബസ് പ്രകാരമുള്ള 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യോത്തരങ്ങൾ. 13ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും ആശയങ്ങളെയും ചോദ്യം ചെയ്ത ശാസ്ത്രചിന്തകരിൽ പ്രധാനിയായിരുന്നു. ഉത്തരം റോജർ ബേക്കൺ. പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാന സംസ്കാരങ്ങളായിരുന്നു. ഉത്തരം ഗ്രീക്ക് റോമൻ, അതായത് ഗ്രെക്കോ റോമൻ സംസ്കാരങ്ങൾ. പ്രാചീന റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ഇറ്റലിയിൽ ആവിർഭവിച്ച മാറ്റത്തിന് ചരിത്രകാരന്മാർ നൽകിയ പേരാണ് ഉത്തരം നവോത്ഥാനം അഥവാ റിനൈസൻസ്. 14ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രെക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് നവോത്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ദൈനംദിന അടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്ന ബുക്ക് കീപ്പിംഗ്, അതായത് ഇന്നത്തെ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടി ആദ്യമായി ആരംഭിച്ചത് ഉത്തരം ഇറ്റലിയിലെ നഗരങ്ങളിൽ. വിശുദ്ധ നഗരമായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഉത്തരം കുരിശ് യുദ്ധങ്ങൾ. 14ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ യൂറോപ്പിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി അറിയപ്പെട്ടത് ഉത്തരം ബ്ലാക്ക് ഡെത്ത്. മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്ന തത്വശാസ്ത്രത്തെ അറിയപ്പെട്ടിരുന്നത് ഉത്തരം സ്കോളാസ്റ്റിസിസം. പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാന തത്വചിന്തകനായിരുന്നു ഉത്തരം അരിസ്റ്റോട്ടിൽ. ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? ഉത്തരം യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ഫ്ലോറൻസ് നഗരം. ആഗണി ഇൻ ദി ഗാർഡൻ, അതായത് പൂന്തോട്ടത്തിലെ വേദന എന്ന ചിത്രം വരച്ചത് ഉത്തരം ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ ജിയോവന്നി ബെല്ലിനി. ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോ ഡെല്ലറ ഫ്രാൻസെസ്കോയുടെ പ്രശസ്തമായ എണ്ണച്ചായ ചിത്രങ്ങളാണ് ഉത്തരം ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മൊണ്ടെ ഫെൽട്രോ ബാറ്റിസ്റ്റ സ്ഫോർട്സ. ഗ്രെക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത് ആരുടെ ചിത്രങ്ങളിലാണ്? ഉത്തരം ജിയോട്ടോ. നവോത്ഥാന കാലത്ത് ചിത്രകലാരംഗത്തേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാധീനിച്ച ചിത്രകാരൻ ഉത്തരം മസാച്ചിയോ. ലിയനാർഡോ ഡാവിഞ്ചിയുടെ വിശ്വപ്രസിദ്ധങ്ങളായ ചിത്രങ്ങളാണ് ഉത്തരം അന്ത്യ അത്താഴവും മോണലിസയും. അന്ത്യവിധി എന്ന ചിത്രം വരച്ചതാരാണ്? ഉത്തരം മൈക്കലാഞ്ചലോ. നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റ് രണ്ട് ചിത്രകാരന്മാരായിരുന്നു ഉത്തരം ടിഷ്യനും റാഫേലും. നവോത്ഥാന കാലഘട്ടത്തിലെ ശ്രദ്ധേയരായ ശില്പികളിൽ ഒരാളായിരുന്നു ഉത്തരം ഡോണാട്ടെല്ലോ. മധ്യകാല ഗോത്തിക് ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച ഡോണാട്ടെല്ലോയുടെ പ്രശസ്തമായ രണ്ട് ശില്പങ്ങളാണ് ഉത്തരം ദാവീദ് എന്ന വെങ്കല ശില്പവും ഗത്താമലാത്ത എന്ന കുതിരപ്പുറത്തിരിക്കുന്ന യോദ്ധാവിൻ്റെ ശില്പവും. മൈക്കലാഞ്ചലോയുടെ പ്രശസ്തമായ രണ്ട് ചിത്രങ്ങളാണ് ഉത്തരം വീരനായ ദാവീദിൻ്റെ ശില്പവും ക്രിസ്തുവിൻ്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമായ പിയാത്തയും. ചിത്രകലയിലും ശില്പകലയിലും എന്ന പോലെ വാസ്തുവിദ്യാരംഗത്ത് പുതിയ തുടക്കം കുറിച്ചതാരായിരുന്നു? ഉത്തരം ഫിലിപ്പോ ബ്രൂണലസ്കി. എന്താണ് ഗോത്തിക് ശൈലി? മധ്യകാലത്തിൻ്റെ രണ്ടാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ചു വന്ന വാസ്തുവിദ്യാ ശൈലിയാണ് ഗോത്തിക് ശൈലി. ഫ്രാൻസിലാണ് ഇത് ഉദയം ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത മുനയുള്ള കമാനങ്ങളായിരുന്നു. ഗോത്തിക് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി മുനയുള്ള ഗോപുരങ്ങൾക്ക് പകരം
ഗ്രേക്കോ റോമൻ ശൈലി, അതായത് ഡ്യൂമോ എന്ന് വെച്ചാൽ താഴികക്കുടങ്ങൾ വാസ്തുവിദ്യയിൽ കൊണ്ടുവന്നത് ആരായിരുന്നു? ഉത്തരം ഫിലിപ്പോ ബ്രൂണലെസ്കി. ഡ്യൂമോ ശൈലിയിലുള്ള റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക പണി കഴിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം മൈക്കലാഞ്ചലോ ബ്രമാന്തെ. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. ആരുടേതാണ് ഈ വരികൾ? നവോത്ഥാന സാഹിത്യകാരിൽ ഒരാളായ വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന നാടകത്തിലേതാണ് ഈ വരികൾ? നവോത്ഥാന കാലത്തെ ശ്രദ്ധേയനായ ഇറ്റാലിയൻ സാഹിത്യകാരൻ ആയിരുന്ന ദാന്തെ എഴുതിയ കൃതിയാണ്. ഉത്തരം ഡിവൈൻ കോമഡി. മാനവികതയുടെ പ്രചാരകരിൽ ഒരാളായിരുന്ന വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായിരുന്നു പെട്രാർക്ക്. അദ്ദേഹം ലോറയ്ക്കെഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയിലുള്ളതുമായിരുന്നു. വിഖ്യാതനായ മറ്റൊരു നവോത്ഥാന സാഹിത്യകാരനായിരുന്ന ബൊക്കാച്ചിയോ രചിച്ച കൃതിയാണ്. ഉത്തരം ഡക്കാമറൺ. മധ്യകാല ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയെ അവതരിപ്പിച്ച മറ്റൊരു നവോത്ഥാന സാഹിത്യകാരനായിരുന്ന നിക്കോളോ മാക്കിയവെല്ലിയുടെ സൃഷ്ടിയാണ്. ഉത്തരം ദ പ്രിൻസ്. മാനവികതയുടെ മഹത്വം തിരിച്ചറിഞ്ഞ വനിതാ എഴുത്തുകാരിൽ ഒരാളായിരുന്നു. ഉത്തരം ഇറ്റലിയുടെ കസാന്ദ്ര ഫെഡലെ. നവോത്ഥാന കാലഘട്ടത്തിൽ നെതർലാൻഡിലെ ഇറാസ്മസ് രചിച്ച കൃതിയാണ്. ഉത്തരം ഇൻ പ്രൈസ് ഓഫ് ഹോളി. നവോത്ഥാന കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ ജെഫ്രി ചോസർ രചിച്ച കൃതിയാണ്. ഉത്തരം കാൻറ്റർബറി കഥകൾ. നവോത്ഥാന കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ തോമസ് മൂർ രചിച്ച കൃതിയാണ്. ഉത്തരം ഉട്ടോപ്പിയ. നവോത്ഥാന കാലഘട്ടത്തിൽ സ്പെയിനിലെ മിഗ്വൽ ഡെ സെർവാന്തെ രചിച്ച കൃതിയാണ്. ഉത്തരം ഡോൺ കിഹോട്ട്. നവോത്ഥാന കാലഘട്ടത്തിൽ ഫ്രാൻസിലെ ഫ്രാൻസ്വാ റാബലെ രചിച്ച കൃതിയാണ്. ഉത്തരം ഗാർഗൻറ്റുവയും പാൻഡഗ്രൂലും. യൂറോപ്പിലെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത്. ഉത്തരം ജർമ്മൻകാരനായ ജോഹനാസ് ഗുട്ടൻബർഗ്. രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങളെ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരന്മാർ വിളിച്ചത്. ഉത്തരം ദിനവൃത്താന്തം. 16-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന ടോളമിയുടെ സിദ്ധാന്തം തെറ്റാണെന്ന് വാദിച്ചത്. ഉത്തരം പോളണ്ടുകാരനായ കോപ്പർനിക്കസ്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്നും ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണെന്നുമുള്ള കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തത്തെ വ്യക്തമായി അവതരിപ്പിച്ചത്. ഉത്തരം ഗലീലിയോ ഗലീലിയും ജോഹന്നാസ് കെപ്ലറും. ദൂരദർശിനിയുടെ സഹായത്തോടെ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളും ശനിയുടെ വലയങ്ങളും കണ്ടെത്തിയത്. ഉത്തരം ഗലീലിയോ ഗലീലി. നവോത്ഥാന കാലത്ത് വൈദ്യശാസ്ത്ര രംഗത്ത് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തത്. ഉത്തരം സ്വിറ്റ്സർലൻഡുകാരനായ പാരാസെൽസസ്. നവോത്ഥാന കാലഘട്ടത്തിൽ മൃതശരീരങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകൾ സമ്മാനിക്കുകയും ചെയ്തത്. ഉത്തരം ആൻഡ്രിയസ് വെസാലിയസ്. നവോത്ഥാന കാലഘട്ടത്തിലെ മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നത്. ഉത്തരം പാപ വിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ വിറ്റൻബർഗ് ദേവാലയത്തിൻ്റെ വാതിലിൽ 95 തീസിസ് എന്ന പ്രബന്ധങ്ങൾ പതിച്ചുകൊണ്ട് ഇത്
പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ മതനവീകരണമുണ്ടായത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം: സ്വിറ്റ്സർലൻഡിൽ ഉൾറിച്ച് സിംഗ്ലി, ജോൺ കാൽവിൻ എന്നിവരുടെയും ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായി നിലവിൽ വന്ന ആംഗ്ലിക്കൻ സഭയാണ് ഉത്തരം ദേശീയ സഭ അഥവാ നാഷണൽ ചർച്ച്. മതനവീകരണത്തിനെതിരെ കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിനെ അറിയപ്പെടുന്നത് ഉത്തരം പ്രതിമത നവീകരണം അഥവാ കൗണ്ടർ റിഫർമേഷൻ എന്നാണ്. ഇതിൻ്റെ ഫലമായി സുന്നഹദോസ് വിളിച്ചു ചേർത്ത് പാപ വിമോചന പത്രം നിരോധിച്ചു. സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭ രൂപീകരിച്ചത് ഉത്തരം ഇഗ്നേഷ്യസ് ലയോള. പ്രതിമത നവീകരണത്തിൻ്റെ മറ്റൊരു പേരായിരുന്നു ഉത്തരം കത്തോലിക്ക മതനവീകരണം അഥവാ കാത്തലിക് റിഫർമേഷൻ.